കുന്നിക്കോട് സ്വദേശിയായ 16 വയസ്സുകാരി പട്ടികജാതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. മൈലം ആക്കവിള മനു ഭവനിൽ ഉണ്ണി, പട്ടാഴി നടുത്തേരി ബൈജു ഭവനിൽ ബൈജു, പട്ടാഴി സജി വിലാസത്തിൽ കൊച്ചു സജി എന്ന് വിളിക്കുന്ന സതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മൈനാഗപ്പള്ളി സ്വദേശിയായ കിരൺ എന്നയാൾ മൊബൈൽ വഴി പെൺകുട്ടിയെ പരിചയപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നുവത്രേ. ഇയാൾ ഡിസംബർ 12-ന് കൊട്ടാരക്കരയിൽ നിന്ന് പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയും പൂയപ്പള്ളിയിൽ വെച്ച് പോലീസ് പിടിയിലാവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പീഡനകഥ പുറത്തറിഞ്ഞത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് സുരേഷാണ് പെൺകുട്ടിയെ ആദ്യമായി പീഡിപ്പിച്ചതത്രേ. റബ്ബർ ഷീറ്റ് മോഷണ കേസിൽ കുന്നിക്കോട് പോലീസിന്റെ പിടിയിലായിരുന്ന ഇയാൾ ഇപ്പോൾ ജയിലിലാണ്. തുടർന്ന് മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് ഉണ്ണി പീഡിപ്പിച്ചു. പിന്നീട് അയൽവാസിയായ സതീഷ് പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സതീഷിന്റെ സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ ഷൈജുവിനെ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇയാൾ നിരവധി തവണ പീഡിപ്പിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പെൺകുട്ടി വെളിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതികളെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവരെ ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുള്ളതാണ്. ഇതിലെ ഈ 2 പ്രതികൾ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയും അതുപോലെ വേറെ ഒരു പ്രതിയും രണ്ടാം പ്രതിയും ഈ പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഇത് പൂയപ്പള്ളിയിൽ ഇങ്ങനെ ഈ പെൺകൊച്ച് വേറെ പയ്യൻ അതിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. കിരൺ എന്ന് പറയുന്നൊരു പയ്യൻ, അയാൾ കരുനാപ്പള്ളിക്കാരനാണ്. അയാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ അവിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ നാട്ടുകാർ കണ്ടു. അങ്ങനെ പോലീസ് സ്റ്റേഷൻ പിടിച്ചു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ദേബേഷ് കുമാർ ബെഹ്റയുടെ നിർദ്ദേശാനുസരണം ഡിവൈഎസ്പി KL ജോൺകുട്ടി, പുനലൂർ CI R വിജയൻ, കുന്നിക്കോട് SI ബിനോയ്, SI കുഞ്ഞുമോൻ, ASIമാരായ മോഹനൻ തുളസീധരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷാഫി, ജലാൽ, പ്രഭാകരൻ, അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.